എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമോസാമിയും അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയിനെയും കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസ് സ്റ്റൈലിന് വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇവർ രണ്ടുപേരും ആരായിരുന്നു സ്ട്രോങ്. നമുക്കറിയാം നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ ഇമോസാമ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇവരിൽ ആരായിരുന്നു സ്ട്രോങ് എന്ന്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തിയാൽ മാത്രം മതി. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലിനേക്കും കൊണ്ട് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. എന്നാൽ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇമോസാമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് നമ്മുടെ ഇമോസാമ. ഇമോനായിക്കോട്ടെ ഇമ്മോർട്ടാലിറ്റി ഉണ്ട്. നമ്മുടെ ലോഡ് ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്ത് ഇമോസാമ ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോസാമ ഇപ്പോൾ 800 വർഷങ്ങളോടായി ജീവനോടെ ഉണ്ട്. നമ്മുടെ വൺ പീസിൽ നമ്മൾ ആകെ കുറച്ച് തവണ മാത്രമേ ഇമോസാമ തൻ്റെ പവർ യൂസ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കോബ്രനെ കൊന്ന ടൈമിൽ നമ്മുടെ ഇമോസാമ സാബോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തൻ്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമോസാമയും അതുപോലെ തന്നെ 5 എൽഡേഴ്സും തൻ്റെ ഡിമോണിക് രൂപം എടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഇമോസാമയെക്കൊണ്ട് സാബോനെ നല്ല രീതിക്ക് ഒന്ന് അറ്റാക്കും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമോസാമയുടെ പവർ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എഗ്ഗഡ് ആർക്കിൻ്റെ അവസാനം മറ്റുള്ള എൽഡേഴ്സൊക്കെ തിരിച്ച് വന്നപ്പോൾ നമ്മുടെ സാറ്റേൺ മാത്രം നമ്മുടെ എഗ്ഗഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാറ്റേണിന് ഇമോസാമ അവിടെ വെച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൂഫി ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ സാറ്റേണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഇമോസാമ ഇത്ര പെട്ടെന്ന് നമ്മുടെ സാറ്റേണിനെ കൊല്ലുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഇമോസാമയ്ക്ക് അത്രമാത്രം പവറുണ്ട്. അതുമാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഇമോസാമയ്ക്ക് മറ്റുള്ളവർക്ക് ഡെവിൽ ഫ്രൂട്ട് പവറോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പവേഴ്സോ ഗ്രാൻഡ് ചെയ്യേണ്ട പവറോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കണ്ട 5 എൽഡേഴ്സിൻ്റെ പവേഴ്സൊക്കെ തൻ്റെ പവറിൽ നിന്ന് ഇമോസാമ ഷെയർ ചെയ്തതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ജോയ് ബോയിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജോയ് ബോയിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ നമുക്ക് പവർ ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ജോയ് ബോയിയുടെ പവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എഗ്ഗഡ് ആർക്കിൽ നമ്മുടെ എമിറ്റ് നമ്മുടെ ജോയ് ബോയിയുടെ ഹാക്കി റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹാക്കിയുടെ പവർ കൊണ്ട് നമ്മുടെ ഇമോസാമ തന്നെ മുട്ടിലായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സീനോടെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ജോയ് ബോയും വളരെ പവർഫുൾ ആയിരുന്നു എന്ന്. എന്നാലും നമുക്കറിയാം നമ്മുടെ ജോയ് ബോയ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഇമോസാമ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്തത്? എങ്ങനെ വെച്ച് നോക്കിയാലും നമ്മുടെ ജോയ് ബോയ് തന്നെയാണ് നമ്മുടെ ഇമോസാമേനെക്കാട്ടും പവർഫുൾ എന്ന് നമുക്ക് ഈ ഒറ്റ സംഭവത്തോട് തന്നെ മനസ്സിലാക്കാം. ഒരു പക്ഷേ നമ്മുടെ ജോയ് ബോയ് അപ്പം ഡിഫീറ്റഡ് ആക്കാൻ കാരണം ഒരു പക്ഷേ ഇമോസാമ ആദ്യം ജോയ് ബോയിയുടെ കൂടെ ഉള്ള ഒരാളായിരിക്കാം. പിന്നെ നമ്മുടെ ജോയ് ബോയിനെ ബിട്രേ ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ക്രൂമേറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ജോയ് ബോയിനെ ബിട്രേ ചെയ്യാനോ അല്ലെങ്കിൽ ജോയ് ബോയിയുടെ തോൽവിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ ഇമോ ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മുടെ സൊനീഷയും അതുപോലെ തന്നെ എമിത്തൊക്കെ നമ്മുടെ ജോയ് ബോയിനോട് എപ്പോഴും മാപ്പിനായി അപേക്ഷിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ നമ്മുടെ ജോയ് ബോയിനെ ആരോ ഒരുത്തർ നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ ബിട്രേ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ ബിട്രേയിൽ നമ്മുടെ ജോയ് ബോയിയുടെ ഡിഫീറ്റിലേക്ക് നയിച്ചിട്ടുണ്ടാകും. അങ്ങനെയായിരിക്കും നമ്മുടെ ഇമോ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ജോയ് ബോയ് തന്നെയാണ് നമ്മുടെ ഇമോസാമനെക്കാളും സ്ട്രോങ് എന്ന്. ഈ കാര്യം അപ്പം ഡിഫീറ്റ് ആകാൻ കാരണം ഒരു ബിട്രേയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെല്ലൈക്കൺ അപ്ഡേറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.